മുഖ്യമന്ത്രി പിണറായി വിജയനെയും സ്വർണ്ണമോഷണ കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉൾപ്പെടുത്തിയുള്ള വ്യാജ ചിത്രം പ്രചരിപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് സുബ്രഹ്മണ്യത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചേവായൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സന്തോഷത്തോടെ ജയിലിൽ പോകുമെന്ന് സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു. വിവരങ്ങളുമായി ചേതൻ ചേരുന്നുണ്ട്. ചേതൻ, കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിക്കുന്ന വ്യാജ ഫോട്ടോ പുറത്തു വന്നത്. അത് വ്യാജമാണെന്ന് AI ആണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൈരളി തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അതേ ചിത്രം പ്രചരിപ്പിച്ച സംഭവത്തിലാണ് കോൺഗ്രസ് നേതാവ് സുബ്രഹ്മണ്യത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അവന്തിക, ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ബോധപൂർവം ഇതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിന്ന് രൂപം കൊണ്ട ആശയമാണ് ഈ ഇതിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സമീപത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമായി ചിത്രീകരിച്ച് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ബോധപൂർവം സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഇകഴ്ത്തിക്കാട്ടുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചത്. ഇതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതിയുടെ അംഗമായ N. സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഈ ഫോട്ടോ പ്രചരിപ്പിച്ചത്. മുഖ്യമന്ത്രിക്ക് ഇയാളുമായി എന്തു ബന്ധമെന്നടക്കമുള്ള ധ്വനിയിലുള്ള ഈ സ്വർണ്ണമോഷണ കേസിൽ മുഖ്യമന്ത്രിയെ ബോധപൂർവം വലിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഭാഗമായിട്ട് ഉള്ള പോസ്റ്റ് അത് ഷെയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റ് വന്നതോടുകൂടി തന്നെ ഇത് വ്യാജ നിർമ്മിതിയാണെന്ന് പുറത്തു വന്നിട്ടും ഇദ്ദേഹം ഇത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. കൂടാതെ ഇദ്ദേഹം ചെയ്ത തെറ്റ് ന്യായീകരിക്കുന്ന കാഴ്ചയും ഇന്ന് രാവിലെ കണ്ടു. ഇതിൻ്റെ ഭാഗമായി കേസിൻ്റെ ഭാഗമായി ചേവായൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ചേവായൂർ പോലീസ് ഇദ്ദേഹത്തിൻ്റെ കുന്നമംഗലത്തുള്ള ചെത്തുകടവിലെ വീട്ടിൽ പരിശോധന രാവിലെ നടത്തുകയും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നാലെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ചില വൈദ്യ പരിശോധനകൾക്ക് വേണ്ടി ഇദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയിട്ടുണ്ടെന്നാണ്. അതിനുശേഷം ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. നേരത്തെ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചാൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇത്തരത്തിൽ KPCCയുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ വ്യാജ നിർമ്മിതി പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. കൃത്യമായി ഉന്നത തലത്തിനായിട്ടൊരു ബന്ധമുണ്ട്. അത് പുറത്തു വരേണ്ടതുണ്ട്. ഇത് പുറത്തു വരണമെങ്കിൽ സുബ്രഹ്മണ്യനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഇത് നിർമ്മിതി ഏത് സാങ്കേതിക വിദ്യ AI ടെക്നോളജി അടക്കമുള്ള നിർമ്മിതി ഇതിന് പിന്നിലുണ്ടോ, ഇതിൻ്റെ കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടോ, ഈ ഗൂഢാലോചന തെളിയിക്കാൻ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഏതായാലും വളരെ ഗൗരവമായ കാര്യമാണ്, കൃത്യമാണ് ഇദ്ദേഹം നടത്തിയത്. തെറ്റ് മനസ്സിലായിട്ടും ഇത് വ്യാജ ഫോട്ടോ ആണെന്ന് മനസ്സിലായിട്ട് പോലും ഇദ്ദേഹം ഇത് പോസ്റ്റ് പിൻവലിക്കുവാനോ തെറ്റ് ഏറ്റുപറയാനോ തയ്യാറാവാത്തത് കൃത്യത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അവന്തിക.